നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ നദികൾ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ നദികളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദികൾ എത്രണ്ണമുണ്ട്? 3 എണ്ണം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, കൂടാതെ അതിന്റെ പോഷക നദികളും. മെയിൻ ആയിട്ട് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര 3 നദികളാണ് ഹിമാലയൻ നദികൾ. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഈ 6 നദികളാണ് ഉപദ്വീപീയ നദികൾ അഥവാ പെനിൻസുലാർ റിവേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗംഗയെ പറ്റി എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ പഠിക്കണം എന്നാണ്. അപ്പൊ ഗംഗാ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 2525. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. അപ്പൊ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഗംഗാ നദിയാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 നവംബർ 4-നാണ് ഗംഗയെ ഇന്ത്യയുടെ പ്രധാന നദി, ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. 2008 നവംബർ 4. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭഗീരഥി നദിയും അളകാപുരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നാണ് ഗംഗാ നദിയായി ഒഴുകുന്നത്. അപ്പോ അളകനന്ദയും ഭഗീരഥി നദിയും ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ചാണ് ഗംഗാ നദിയായിട്ട് ഒഴുകുന്നത്. ഗംഗാ നദി ഹരിദ്വാറിൽ വെച്ചിട്ടാണ് സമതലം, അതായത് പ്ലെയിൻസിലേക്ക് കടക്കുന്നത്. ഗംഗാ നദി ഹരിദ്വാറിൽ വെച്ചിട്ടാണ് സമതലത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. ഗംഗാ നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ എന്നീ 4 സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ഗംഗാ നദി. ഇനി ഗംഗാ നദിയുടെ പ്രധാന പോഷക നദി ഏതാണ്? യമുന. യമുനയാണ് ഗംഗയുടെ പ്രധാന പോഷക നദി. ഗംഗയും യമുനയും സംഗമിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അലഹാബാദ്. അലഹാബാദിൽ വെച്ചിട്ടാണ് ഗംഗയും യമുനയും സംഗമിക്കുന്നത്. ഗംഗാ നദിയും സരസ്വതി നദിയും യമുന നദിയും സംഗമിക്കുന്നതിന് പറയുന്ന പേരാണ് ത്രിവേണി സംഗമം. ഗംഗ, യമുന ഭൂമിക്കടിയിലൂടെ ഇപ്പോഴും ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന സരസ്വതി നദിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ സംഗമത്തിനെ പറയുന്ന പേരാണ് ത്രിവേണി സംഗമം. ഇനി 1986-ലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വരുന്നത്. 1986 PSC ചോദിക്കുന്ന ചോദ്യമാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഇത് ഉദ്ഘാടനം ചെയ്തത് ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. ഇനി ഗംഗയുടെ മലിനീകരണം കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി 2014 നിലവിൽ വന്ന പ്ലാനാണ് നമാമി ഗംഗ. നമാമി ഗംഗയാണ് 2014 ഗംഗയുടെ മലിനീകരണം കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നിലവിൽ വന്നത്. ഗംഗ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009-ലാണ്. 2008 നവംബർ 4-ന് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു. ഗംഗ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. ഇനി ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണ്? അളകനന്ദ, സോൺ, കോസി, ദാമോദർ, ഭഗീരഥി. ഇതൊക്കെയാണ് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാംഗംഗ. രാംഗംഗയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദി. ഇനി ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട കൈവഴിയാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയാണ് ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴി. അപ്പൊ ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണം ഏതാണ്? കൊൽക്കത്തയാണ് ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണം. ഇനി ഹൂഗ്ലി നദിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പാലമാണ് ഹൗറ പാലം. ഹൗറ പാലം ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. മഹാത്മാഗാന്ധി സേതു ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ 2ാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു. ഇത് സ്ഥിതി ചെയ്യുന്നതും ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്.
അപ്പൊ ദാമോദർ നദി ഗംഗയുടെ ഒരു പോഷക നദിയാണ്. ദാമോദർ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി. ദാമോദർ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇനി അടുത്തൊരു പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗന്ദകി. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗന്ദകി. അപ്പൊ ഗന്ദകി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന വാൽമീകി ദേശീയോദ്യാനം ഏത് നദിയുടെ തീരത്താണ്? ഗന്ദകി നദിയുടെ തീരത്താണ്. ഇനി അടുത്ത പോയിന്റ് ഒരു കോട്ടാണ്. ഗംഗാ നദിയെ പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു കോട്ടാണ്. അവളുടെ ഉത്ഭവം മുതൽ പതനം വരെയും പ്രാചീനം മുതൽ പുരാതനം വരെയും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ കഥയാണ് ഗംഗ. എന്താണ് പറഞ്ഞത്? അവളുടെ ഉത്ഭവം മുതൽ പതനം വരെയും പ്രാചീനം മുതൽ പുരാതനം വരെയും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ കഥയാണ് ഗംഗ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമുക്ക് 2-3 എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. അതായത് അളകനന്ദയും ഭഗീരഥയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗാണ്. അളകനന്ദയും നന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം നന്ദ് പ്രയാഗ്. നന്ദാകിനി, മന്ദാകിനി അല്ല, നന്ദാകിനി തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? നന്ദ് പ്രയാഗ്. അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. അളകനന്ദയും പിണ്ടാരി നദിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് കരണപ്രയാഗ്. അപ്പൊ 4 സംഗമ സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒരെണ്ണമാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. അളകനന്ദയും ഭഗീരഥയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗാണ്. ബാക്കി 3 അളകനന്ദയും നന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്നത് നന്ദ് പ്രയാഗ്, അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്നത് രുദ്രപ്രയാഗ്, അളകനന്ദയും പിണ്ടാരിയും തമ്മിൽ സംഗമിക്കുന്നത് കരണപ്രയാഗ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേരെന്താണ്? ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേരാണ് പത്മ. പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത്. 1986 ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു തടയണയാണ് ഫറാക്ക ബാരേജ്. 1986 ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച തടയണയാണ് ഫറാക്ക ബാരേജ്. ഇനി രാംഗംഗയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. ഇനി ബംഗ്ലാദേശിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന പ്രധാനപ്പെട്ട 2 നദികളാണ് ജമുനയും മേഘനയും. ജമുനയും മേഘനയും ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയിൽ ചേരുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ്. ഇന്ത്യയുടെ ഒരു പ്രധാന പോഷക നദിയായ യമുന നദിയെ പറ്റി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. പ്രാചീന കാലത്ത് കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ട നദിയാണ് യമുന നദി. യമുന നദിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. യമുന നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്ന്. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. യമുന നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കെൻ, ബെത്വ, ചമ്പൽ, ടോൺസ്. കെൻ, ബെത്വ, ചമ്പൽ, ടോൺസ് എന്നിവയാണ് യമുന നദിയുടെ പ്രധാന പോഷക നദികൾ. ഇനി വേറൊരു പോഷക നദിയായ കോസിയെ പറ്റി പറയാം. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് 2008 ജൂലൈയിൽ ഈ കോസി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തെ അന്നത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും കോസി നദിയാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കോസി നദീതട പദ്ധതി. കോസി നദീതട പദ്ധതി. അടുത്ത് പറയുന്നു ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായ സോൺ നദി. അമർകണ്ടകിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ നദി. പാടലിപുത്ര നഗരം സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയുടെ തീരത്താണ്. ഇനി സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് റിഹാന്ത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് റിഹാന്ത്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് റിഹാന്ത് നദിയിലാണ്. അപ്പോ ഇത്രയാണ് സോൺ നദിയെ പറ്റി പഠിക്കാനുള്ളത്.
അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഗംഗയെ പറ്റി പഠിക്കാനുള്ള പോയിന്റ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ബ്രഹ്മപുത്ര, സിന്ധു, ബാക്കി പെനിൻസുല റിവേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്